നമസ്കാരം. വിഘടനവാദത്തിനും ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തിനും പണമൊഴുക്കി വൈദേശിക ഏജൻസികൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇടപെടുന്നുവെന്ന വാർത്തകൾക്കിടയിൽ ഭീകരരുടെ തെരഞ്ഞെടുപ്പ് വിജയം ചർച്ചയാകുന്നു. ഖാലിസ്ഥാൻ ഭീകരർ അമൃത്പാൽ സിംഗ് ഭീകരവാദ ഫണ്ടിംഗ് കേസിൽ ജയിലിലായ അബ്ദുൾ റഷീദ് ഷെയ്ഖ് എന്ന എഞ്ചിനീയർ റഷീദ് എന്നിവരാണ് ജയിലിൽ ശിക്ഷയിലിരിക്കെ സ്വതന്ത്രരായി മത്സരിച്ചത്. ദേശീയ സുരക്ഷാ നിയമപ്രകാരം പിടിയിലായ അമൃത്പാൽ സിംഗ് ആസാമിലെ ദിബ്രുഗഡ് ജയിലിൽ നിന്നാണ് കോൺഗ്രസ് സിറ്റിംഗ് സീറ്റായ പഞ്ചാബിലെ ഖദൂർ സാബിൽ മത്സരിച്ചത്. അനുയായികളിൽ ഒരാളെ അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചതിന് ജയിലിൽ കഴിയുന്ന ആളാണ് ഇയാൾ. 1,97,120 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ 4,04,430 വോട്ട് നേടിയാണ് ഇയാൾ ജയിച്ചിരിക്കുന്നത്. ജമ്മു കശ്മീർ മുൻ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് നേതാവുമായ ഒമർ അബ്ദുള്ളയെ ഭാരമുള്ളയിൽ തോൽപ്പിച്ചാണ് UAPA പ്രതി അബ്ദുൾ റഷീദ് ഷെയ്ഖിന്റെ വിജയം. സ്വതന്ത്രനായി മത്സരിച്ച ഇയാൾക്ക് 2,04,142 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ജയിച്ചതിന് പിന്നാലെ ഇയാളെ മോചിപ്പിക്കണമെന്ന ആവശ്യമുയർത്തി PDP നേതാവ് മെഹബൂബ മുഫ്തി രംഗത്തെത്തി. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചു കൊന്ന ബിയാന്ത് സിംഗിന്റെ മൂത്ത മകൻ സരബ്ജിത് സിംഗും വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു കൗതുകം തന്നെയാണ്.